കർണാടകയിലെ ചിക്കമംഗളൂർ ജില്ലയിൽ മൂടൽമഞ്ഞ് പുതച്ച പശ്ചിമഘട്ട മലനിരകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന മനോഹരമായ ഒരു രഹസ്യമാണ് ദേവരാമന. ദൈവത്തിന്റെ വീട് എന്ന് അർത്ഥം വരുന്ന ഈ ഗ്രാമം തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതിയുടെ ശാന്തത ആഗ്രഹിക്കുന്ന ഏതൊരു സഞ്ചാരിക്കും ഒരു സ്വർഗമാണ്. നമ്മൾ ദേവരാമനയിലേക്ക് അടുക്കുമ്പോൾ തന്നെ റോഡിനിരുവശവും പച്ചപ്പരവതാനി വിരിച്ച തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും സ്വാഗതം ചെയ്യും. ഈ യാത്രയുടെ ഹൃദയം എന്ന് പറയുന്നത് ഏകദേശം 800 വർഷം പഴക്കമുള്ള കാലഭൈരവേശ്വര ക്ഷേത്രമാണ്. ചരിത്രവും ഐതിഹ്യവും ഇഴചേർന്ന് കിടക്കുന്ന ഈ പുരാതന ശില്പചാരുതയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ കാലം പിന്നിലേക്ക് സഞ്ചരിക്കുന്നത് പോലെ തോന്നും. കാറ്റ് വന്ന് കാതിൽ മന്ത്രിക്കുമ്പോഴും താഴെ താഴ്വരകളിൽ മേഘങ്ങൾ കൂടുകൂട്ടുമ്പോഴും നമ്മൾ പ്രകൃതിയോട് എത്രത്തോളം അടുത്തു നിൽക്കുന്നു എന്ന് തിരിച്ചറിയും. ദൂരെ ചാർമാടി ഘട്ടിന്റെയും പശ്ചിമഘട്ടത്തിന്റെയും ഗാംഭീര്യമുള്ള മലനിരകൾ തലയുയർത്തി നിൽക്കുന്നത് കാണാം. വെറുമൊരു കാഴ്ചക്കാരനായി നിൽക്കാൻ മാത്രമല്ല, അല്പം സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും ദേവരാമന ഒരുപാട് കരുതിവെച്ചിട്ടുണ്ട്. പ്രശസ്തമായ എത്തിനഭുജ ട്രെക്കിംഗ് ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. കാളയുടെ പൂഞ്ഞയുടെ ആകൃതിയിലുള്ള ഈ മലമുകളിലേക്കുള്ള യാത്ര അല്പം ആയാസകരമാണെങ്കിലും മുകളിലെത്തുമ്പോൾ കിട്ടുന്ന ദൃശ്യവിരുന്ന ആ കഷ്ടപ്പാടുകളെല്ലാം മറപ്പിക്കും. തണുത്ത കാറ്റും കുന്നുകൾക്ക് മുകളിലെ നിശബ്ദതയും ഏതൊരു യാത്രികന്റെയും ആത്മാവിനെ തൊട്ടുണർത്തുന്നതാണ്. മഴക്കാലത്തിന് ശേഷമുള്ള മാസങ്ങളാണ് സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ ദേവരാമന സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. ഈ സമയത്ത് പ്രദേശം മുഴുവൻ കടും പച്ചനിറത്തിൽ തിളങ്ങുകയും ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ജീവൻ വയ്ക്കുകയും ചെയ്യും. യാത്ര പോകുന്നവരോട് ഒരു വാക്ക് വലിയ ബഹളങ്ങളോ ആഡംബരങ്ങളോ പ്രതീക്ഷിക്കാതെ പ്രകൃതിയെ അതിന്റെ ശുദ്ധമായ രൂപത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള സ്ഥലമാണിത്. പോകുമ്പോൾ സ്വന്തമായി ലഘുഭക്ഷണവും വെള്ളവും കരുതാൻ മറക്കരുത്. കാരണം ഈ പ്രദേശം അതിന്റെ സ്വാഭാവികത നിലനിർത്താനായി വിനോദസഞ്ചാരത്തിന്റെ കൃത്രിമമായ കടന്നുകയറ്റങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു.